ഇപ്പോൾ സാധാരണക്കാരനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ചൂടാണ്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എ സി വെക്കാതെ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല പല ഒറ്റമൂലികൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ നീറ്റ് കക്ക നിരത്തിയിടുക, വൈറ്റ് വാഷ് അടിക്കുക, പിന്നെ അതുപോലെ ചകിരിച്ചോറ് നനച്ചിടുക, ഓല നനച്ചിടുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല പരിപാടികളായിട്ട് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വ്യൂസ് കയറ്റുക എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും കാര്യപ്പെട്ടൊരു മാറ്റം വരാൻ പോകുന്നില്ല. ഇതൊക്കെ വെറുതെ അവർക്ക് വീഡിയോസിന് വ്യൂസ് കിട്ടും. ശരിക്കും കാര്യപ്പെട്ടൊരു മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ എ സി വെക്കുക എന്നല്ലാതെ വേറെ പാകമൊന്നുമില്ല. കാരണം നാട്ടിലെ കാലാവസ്ഥയൊക്കെ മാറി. ഓരോ വർഷം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോൺക്രീറ്റ് ചൂടായിട്ട് അതിൻ്റെ മൂടുന്ന തീ പോലെയാണ് ചൂട് വരുന്നത്. ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എ സി വെക്കല്ലാതെ വേറെ പാകില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിലും സാധാരണക്കാരൻ എ സി വെക്കാൻ മടിക്കുന്നത് എ സി വാങ്ങുമ്പോഴുള്ള അതിൻ്റെ പൈസ ചിലവ് മാത്രമല്ല, അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് ബില്ല് ആലോചിച്ച് പേടിച്ചിട്ടാണ് അധികം ആൾക്കാർ എ സി വെക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക പോലും ചെയ്യാത്തത്. അപ്പോൾ ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലാദ്യം 2000 രൂപയ്ക്കായിരുന്നു ബില്ല്. ഇപ്പോൾ എന്തെടുത്ത് ബില്ല് കാര്യപ്പെട്ട സാധനമൊന്നുമില്ല, വീട്ടിൽ എ സി ഇല്ല, ഒന്നുമില്ല, എന്തിപ്പോൾ ഇത്രയും ബില്ല് വരുന്നത് വെച്ചാൽ നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചോളന്ന് ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഈ ഫ്രിഡ്ജ് എത്ര വർഷം പഴക്കമുള്ളതാണ്, 10-12 വർഷം പഴക്കമുള്ളതെന്ന്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഫ്രിഡ്ജ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങളൊന്ന് നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഫ്രിഡ്ജ് മാറ്റി ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജ് വാങ്ങി. തൊട്ടടുത്ത ബില്ല് വന്നപ്പോൾ 1300 രൂപ, 700 രൂപയുടെ ലാഭമാണ് ഒരു ബില്ലിലുണ്ടായത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്ന പൈസ ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് മുതലാവും എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എ സി വെക്കാം. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ബില്ല് ആദ്യം ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷം നമ്മൾ നല്ല 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള നോക്കിയിട്ടുള്ളൊരു എ സി വെച്ച് അത് കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തടിയുമ പിടിക്കാത്ത രീതിയിലുള്ള ബില്ലിൽ നമുക്ക് ഓടിക്കാം എ സി. ഇപ്പോൾ ഫാനുകളൊക്കെ BLDC ഫാനുകളുണ്ട്. നമ്മളെ സാധാ പഴയ ടൈപ്പിലുള്ള ഫാനുകളൊക്കെ ഒഴിവാക്കി BLDC ഫാനുകളാക്കിയാൽ തന്നെ നല്ല മാറ്റം വരും. ഇപ്പോൾ നമ്മൾ എ സി വാങ്ങിയിട്ട് നമുക്ക് അന്റാർട്ടിക്കമാതിരി തണുപ്പൊന്നും വേണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ചൂട് കുറയണമെന്നല്ലേ ഉള്ളൂ. എ സി വാങ്ങിയിട്ട് അതിപ്പോൾ കൺവേർട്ടബിൾ ടൈപ്പ് എ സിയാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു 1 ടണ്ണിൻ്റെ എ സി തന്നെ അത്യാവശ്യം വലുപ്പമുള്ള റൂമിലേക്ക് ധാരാളം മതി. പിന്നെ 1.5 ടൺ 2 ടൺ എന്നൊക്കെ പരസ്യം കാണിക്കുന്ന സാധനം തന്നെ നമ്മൾ വാങ്ങണമെന്നില്ല. അതൊക്കെ അവരൊരു മാർക്കറ്റിംഗ് ആണ്. ഒരു സാധാരണ റൂമിൽ 1 ടൺ ധാരാളം മതി. അത് വാങ്ങിയിട്ട് നമ്മളൊരു 26 25 ഒക്കെ ടെമ്പറേച്ചർ ചെറിയ ലോ സ്പീഡിൽ ഒരു BLDC ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.